ഹായ് ഫ്രണ്ട്സ്, ഇയാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചോറിനൊക്കെ കൂട്ടാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു കറി ഉണ്ടാക്കിയാലോ. വഴുതനങ്ങ ഉപയോഗിച്ചിട്ടുള്ള ഒരു തീയലാണ് ഇന്ന് വെക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാനെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ തന്നെ ഒരു ചെറിയ കഷ്ണം വാളംപുളി എടുത്തിട്ട് വെള്ളത്തിലൊന്ന് കുതിർത്തിടണം. ഇതിങ്ങനെ ഞെരടി ഇടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഇതിൽ ഞാൻ എണ്ണയോ വേറെ സാധനങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. വെറുതെ തേങ്ങ മാത്രം ഒന്ന് വറുത്തെടുക്കുവാണ് കേട്ടോ. നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുക്കുമ്പോൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഒരേപോലെ പെട്ടെന്ന് തന്നെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതിവിടെ ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുവാണ്. ഒരു 2 പച്ചമുളക് അടുവെ കീറിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സവാള ഇതുപോലെ അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കട്ടക്കട്ടയായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇത്രയും വഴന്നു വന്നാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി. ഇനി പൊടികളുടെയൊക്കെ പച്ചച്ചവ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഈ രീതിയിൽ ചെറുതാക്കി അരിഞ്ഞെടുത്തേക്കുന്നതാണ്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാം. ശേഷം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞാൻ കഴുകിയെടുത്തതാണ്. 2 വട്ടം കഴുകിയതിന് ശേഷം വീണ്ടും വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളത്തിലിട്ടേക്കുന്ന പുളിയില്ലേ, അതിൻ്റെ വെള്ളം മാത്രം ഒന്നങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. വഴുതനങ്ങയാണ് പെട്ടെന്ന് വെന്ത് വരും കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന തേങ്ങയൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒട്ടും വെള്ളം ചേർക്കരുത്. ഒന്ന് കറക്കി എടുത്ത് കൊണ്ടുവരാം. ഈ രീതിയിൽ കറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി സൈഡൊക്കെ ഒന്ന് തുടച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കി കൊണ്ടുവരാം. ഈ രീതിയിലായിട്ടുണ്ട്. ഇത് മതി. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ വഴുതനങ്ങയൊക്കെ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്ക് ചാറിന് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ചിലർക്ക് വെള്ളമൊന്നും ഇല്ലാതെ അതേപോലെ ഉപയോഗിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ചോറിന് ചാറുകറി ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം അത്യാവശ്യം കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു കൊഴുപ്പിലാണ് എടുത്തേക്കുന്നത്.
നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. ഞാനൊരു ശകലം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അത്രേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള വഴുതനങ്ങ തീരെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.